1990. ഞാൻ 86-87 ബാച്ചിലാണ്. എൻ്റെ പേര് ഗോവിന്ദൻ ബാബു. ഒഫീഷ്യൽ നെയിം ഗോവിന്ദൻ ബാബു എൻ്റെ പെറ്റ് നെയിമാണ്. ഞാൻ ഇംഗ്ലണ്ടാസിൽ അഹമ്മദാബാദിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് സെക്രട്ടറി. കൂടുതൽ പറഞ്ഞ് ഞാൻ അല്ലെങ്കിൽ മൈക്ക് നന്നായിട്ടും വിളിച്ചു വന്നു. അവിടെ ഞാൻ മൈക്ക് ആ അവസരം ഞാൻ സൃഷ്ടിക്കുന്നില്ല. എൻ്റെ പേര് സ്നേഹജൻ. ഞാൻ 87 വർക്ക് ചെയ്തതാണ്. 88 ബോംബെക്ക് പോയി. 92 CBI ജോയിൻ ചെയ്തു. മുംബൈയിൽ ബാംഗ്ലൂർ CBI. എൻ്റെ പേര് മധു. ഞാൻ 89-90 തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു വർഷം പഠിച്ചിട്ടുള്ളൂ. മാഷ് നല്ലോണം ചീത്ത പറഞ്ഞു. അപ്പം ഞാൻ അതുകൊണ്ട് പിന്നെ നിർത്തൽ വന്നു. പിന്നെ ഞാനത് സ്പീഡൊക്കെ എഴുതി പിന്നെ സ്റ്റെനോഗ്രാഫറായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നു. സ്റ്റെനോഗ്രാഫറായിരുന്നു. പിന്നെ അത് കൂടാതെ കുറേ കാലമായിട്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യാറില്ല. കാരണം ചെറിയ യൂണിയൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എംപ്ലോയീസ് യൂണിയൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഒരു 60,000 എംപ്ലോയീസ് ഉണ്ട്. ഒറ്റ യൂണിയനേ ഉള്ളൂ. അതിൻ്റെ ഓൾ ഓവർ ഇന്ത്യയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ പല ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഫിനാൻസ് മിനിസ്റ്ററും അങ്ങനെയൊക്കെ ഒരുപാട് ഹയറപ്സിനെ കാണാൻ പോകാറുണ്ട്. അപ്പോഴൊക്കെ എനിക്കിങ്ങനെ ചിരി വരും അവിടെ ഇരുന്നിട്ട്. അപ്പം മാഷ് പറയുന്നത് മധു നിനക്ക് പറ്റിയ പണിയല്ലേ. അത് ഇന്ന് ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും മാഷിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചായ ഒരു കടിയും താഴെ മാഷ് എനിക്ക് വാങ്ങിത്തരും. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഈ കഴിഞ്ഞ ജൂൺ 10 വരെ ഞാനിത് വെറുതെ പറയല്ല, ഇവിടെ സ്നേഹിക്കർ പറയല്ല. ജൂൺ 10 നമ്മുടെ PM ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് നോർത്ത് ബ്ലോക്ക് CBDT റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ റവന്യൂ സെക്രട്ടറി ആയിട്ട് ഒരു മീറ്റിംഗ് വെച്ചിരുന്നു കോൺഫറൻസ് ഹാളിൽ. ഞാൻ ആ കോൺഫറൻസ് ഹാളിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോഴും ഞാനിങ്ങനെ ചിരിച്ചു. മാഷ് പറഞ്ഞിരുന്നു മധു നിനക്ക് പറ്റിയ പണിയല്ലേ. പക്ഷെ എന്നാലും ഞാൻ ഷോർട്ട് ഹാൻഡൊക്കെ എഴുതി സ്റ്റെനോഗ്രാഫറായി. അത് മാഷിൻ്റെ അത് എപ്പോഴും നമ്മൾ മറക്കാൻ പറ്റില്ല. ഒരുപാട് പറയുന്നില്ല. താങ്ക് യു. ജനാർദ്ദൻ മാഷ് വരുന്നില്ലേ? സീനിയറാണ്, പക്ഷെ ഷോർട്ട് ഹാൻഡിൽ വളരെ ജൂനിയറാണ്. ഇദ്ദേഹം നമ്മുടെ ശ്രീ രവിശങ്കറിന്റെ ഒരു ശിഷ്യനാണ്. അതിലുപരിയായി ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ യോഗ പഠിപ്പിക്കാൻ പോയത് കൊണ്ടാണ് ലേറ്റ് ആയത്. എൻ്റെ ഒരു ബാലകൃഷ്ണൻ, എല്ലാവർക്കും അറിയാം. എല്ലാവരും സ്നേഹത്തോടെ ബാലാജി എന്നാണ് വിളിക്കാറുള്ളത്. നിങ്ങൾക്ക് വേണേൽ വിളിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ 86-ലാണ് എന്തോന്നും വിവേകാനന്ദയിൽ വരുന്നത്. അത് മറ്റാരുടെ ഇൻസ്പിറേഷൻ കൊണ്ടല്ല, ഉള്ളി CMK എവിടെ ഇരിക്കുന്നുണ്ട് മഹാവ്യക്തി. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബാലകൃഷ്ണൻ നീ ഷോർട്ട് ഹാൻഡ് പഠിക്കാതെ നീ രക്ഷപ്പെടില്ല. കാരണം ഒരുപാട് കറങ്ങി ബോംബെ ഡൽഹിയിലേക്ക്. അവസാനമാണ് ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ വരുന്നത് മാഷിന്റെ അടുത്ത്. മാഷ് 6 മാസം ഷോർട്ട് ഹാൻഡ് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് അച്ഛനെക്കാട്ടും ഭയങ്കര വ്യക്തിയാണ്, ഇവിടെ വിട്ടുപോകുന്നത് നല്ലത്. അങ്ങനെ നമ്മുടെ കുളങ്ങരത്ത് സുകുമാരൻ ചുണ്ടിൽ പുളിങ്ങോത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ പഠിച്ചത്. പഠിച്ചു. പിന്നെ അവസാനം കൃഷ്ണൻ പറഞ്ഞു ഓക്കെ പോവാ. കൃഷ്ണൻ ലീവിന് വന്നപ്പോൾ കൃഷ്ണന്റെ കൂടെ ഒരു ബർത്തിൽ ഞാൻ സുകുമാരൻ, ഒരു ബർത്തിൽ കൃഷ്ണനും അങ്ങനെ കൊണ്ടുപോകണത്. അങ്ങനെ കൊണ്ടുപോയി യൂത്ത് കോൺഗ്രസ് ഓഫീസിൽ അവിടെയാണ് പുള്ളിയെ തന്നെ ജോയിപ്പിച്ചത് LD ക്ലർക്കായിട്ട്. അവിടെ നിന്ന് പിന്നെ മനസ്സിലായി എനിക്ക് ഷോർട്ട് ഹാൻഡ് മാഷ് പറഞ്ഞ് കേട്ടാൽ മതിയായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ അവിടെ ഇരുന്ന് പഠിച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് ഒരു 3-4 വർഷം അവിടെ വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി 10-14 വർഷം അവിടെ വർക്ക് ചെയ്തു. പക്ഷെ ആ ഒരു ട്രെയിനിങ് ഫസ്റ്റിലത്തെ അതുകൊണ്ട് തന്നെ ഞാൻ ഫൈനൽ റിട്ടയർ ഇപ്പൊ VRS എടുത്തിരിക്കുകയാണ്. VRS എടുത്ത ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞ് ഞാൻ എന്താണ് ഓഡിറ്റർ ISO 9001-2008 ഓഡിറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ റിട്ടയർമെന്റ് എടുത്തത്. കാരണം അത്രയും ഹൈ ഒരു സ്റ്റേജിലേക്ക് പോകാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞ 6 മാസമേ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു ട്രെയിനിങ്ങിന്റെ തന്നെയാണ്. പിന്നെ കൂടുതൽ പറയുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. എനിക്കൊരു ചാൻസും കൂടി ഉണ്ട്, അന്നേരം പറയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ചന്ദ്രൻ. ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപക്ഷെ ഏറ്റവും കുറച്ചു കാലം പഠിച്ചു വെച്ചുകൊണ്ട് ഞാനായിരിക്കണം. കാരണം ഞങ്ങളൊരു തരത്തിൽ ഞങ്ങളുടെ ബാച്ച്, ഞാൻ സ്നേഹത്തിന് മാത്രമേ ബാച്ചിൽ കാണുന്നുള്ളൂ. ഞങ്ങൾ സാറിന് ഒരു പരീക്ഷ മൃഗങ്ങളായിരുന്നു. ഒരു 6 മാസത്തെ കോഴ്സ് നടത്തുന്നത് ആദ്യം ഞങ്ങളുടെ ബാച്ചായിരുന്നു. അതിൽ 4 മാസം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ സാറിനെ കുറിച്ച് മനസ്സിൽ വിഷമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തിരുന്നു. കുറെ കുട്ടികളും ചില കലാമത്സരങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിരുന്നു. അതിന്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു. ഒരു ഡിസംബർ 17-ാം തീയതി അയ്യപ്പൻ നമ്മൾ ഉത്സവം എന്റെ ഇൻസ്റ്റാഗ്രാം ലക്ഷ്മൺ എന്ന് പറഞ്ഞാൽ ഹീസ് ഹൈലി ജൂനിയർ ടു മീൻ ബൈ ഓൾ ഏജ് വൈസ്. NTPCയിൽ ജോലിക്ക് പോകണം. എനിക്ക് കണ്ണൂരിനപ്പുറത്ത് പോയിട്ടില്ല. ഈ ജോലി കിട്ടില്ല. ഞാൻ ഒറ്റ കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വിഷമിക്കാൻ ഞാൻ കൊണ്ടുപോകാറുണ്ട്. മാഷോട് പറയാതെ കണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലാസ്സും മറ്റേ ഉത്തരവാദിത്തം കിട്ടിയിട്ട് അദ്ദേഹത്തെ NTPC അവിടെ കൊണ്ട് കാശി കൊണ്ട് ബാനർസ് കൊണ്ട് അങ്ങനെ
ആ എക്സാം കിട്ടിയവൻ ഡൽഹി കൊണ്ട് CA അടുത്താക്കിയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ പിന്നെ വന്ന് 2 മാസം കഴിഞ്ഞിട്ടാണ് ജോലി. അങ്ങനെ 6 മാസം മൊത്തം പഠിച്ചത്. അങ്ങനെ 6 മാസം കൊണ്ട് ലോവർ പാസ്സായ ചുരുക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ കുറെ കണ്ണൊന്നും കൂടുതലും പറയുന്നില്ല. മാഷിനെ ആയിക്കൊണ്ട് പല സ്ഥലത്തും വർക്ക് ചെയ്യാൻ പറ്റും. ഓവർസീസിലും ഇന്ത്യയിൽ പല സ്ഥലമായിട്ടും FSCT ഇന്റർവ്യൂ നടത്തി 3200 പേരിലെ മെറിറ്റിൽ തന്നെ ഒരാൾ മാത്രമായിരുന്നു. ബാക്കി 7 പേരും റെക്കമെൻഡേഷൻ മറ്റായിരുന്നു. അവിടെ വെച്ചിട്ട് 10 വർഷം മാനേജർ പൊസിഷൻ എത്തി. പിന്നെ അവിടുന്ന് VRS എടുത്തു. അതിന്റെ ബേസിക് ഇഷ്യൂസ് there was only just 1 hour to do my work. I was not interested to sit lazily and get salary. അങ്ങനെ VRS എടുക്കുകയും പിന്നെ ഓവർസീൽ പോവുകയൊക്കെ ചെയ്ത് ഇപ്പോൾ 1 വർഷമായിട്ട് നാട്ടിൽ തന്നെ നിൽക്കുന്നു. താങ്ക് യു. അത് രസകരമായ കാര്യമാണ്. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 15ാം വാർഷികം സംഘടിപ്പിച്ചിരുന്നു നമ്മള്. വലിയ പരിപാടിയായിരുന്നു. അതിലെങ്ങനെ തീരുമാനിച്ചാൽ ഞാനൊന്നും ചെയ്യില്ല, കുട്ടികളാണ് പരിപാടി നടത്തുക. അങ്ങനെ അതിൽ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചാൽ നമ്മുടെ മോഹൻദാസ് സ്നേഹജൻ, യെസ്, ജോസഫ്, അയാളൊരു മജീഷ്യൻ. ഈ വലിയൊരു പബ്ലിക്കിന്റെ തൗസൻഡ്സ് ഓഫ് പേഴ്സൺസ് ഇല്ലേ, അവരുടെ മുമ്പിൽ ഒരു മാജിക് കാണിച്ചു. ഒരുപാട് ഐറ്റംസ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. ജോസഫ് ഇപ്പോഴും കാസർഗോഡ് എന്തോ ഒരു ഷോപ്പ് നടത്തുകയാണ്. ഞാൻ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിൽ ഓരോരാൾക്ക് ഓരോ ചാർജ് ആയിരുന്നു. മോഹൻദാസ് എന്നത്, ചന്ദ്രൻ എന്നത്, പിന്നെ ഇവർക്ക് സ്നേഹജൻ, മറ്റേ തോമസ് അല്ലേ, ഇവർക്കൊക്കെ ഓരോ ഡ്യൂട്ടി ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തു. കുട്ടികൾ രാവിലെ വരെ പരിപാടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രന്റെ ഡ്യൂട്ടി എന്തോ ഒന്നായിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചന്ദ്രനെ കാണുന്നില്ല. ഇവനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേ വരലില്ല. അത് അവൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞില്ല. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവൻ വേറെ ആളെ കുട്ടി ഡൽഹി പോയി. പിന്നെ വന്നത് 2 മാസം കഴിഞ്ഞിട്ട് കഴിച്ചിട്ടത് അതാണ്. അപ്പൊ എനിക്ക് വലിയ രസം തോന്നി. ഇവൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളെ കാണാനില്ല, എന്ത് ചെയ്യാ? അപ്പൊ അതാണ് അവന്റെ സ്വഭാവം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്റെ കൂടെ ഒരു ഗോപിനാഥൻ എന്നൊരു വ്യക്തി കൂടെ പഠിച്ചില്ല. അറിയാം, പുള്ളി ഷോർട്ട് ഹാൻഡില് തിക്കും തിന്നും മാഷിന്റെ നടത്തി. ഇപ്പം കൂടെ മാഷിന്റെ ആ ബുക്ക് ഉണ്ട് തോന്നുന്നു. പല സ്റ്റുഡൻസിനെയും പുള്ളിയുടെ ബുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പല സ്റ്റുഡൻസിനെയും പുള്ളിക്ക് വരാൻ പറ്റിയില്ല. എന്റെ കസിനാണ് രാജചേരിയുടെ നേരെ ബ്രദറാണ് ഗോപിനാഥൻ. ഇത് ശോഭനച്ചേരി നേരെ ബ്രദറാണ്. ഇപ്പൊ ഡൽഹിയിൽ ഉണ്ടായിരുന്നു, നാട്ടിൽ വന്നു, പിന്നെ തിരിച്ച് അഹമ്മദാബാദിൽ വന്നു. ഇപ്പം നമ്മളവിടെയാണ്. ഇപ്പൊ പുതിയതായിട്ട് ജോലി ആയിട്ടുണ്ട്. ജോലി ലീവ് കിട്ടിയില്ല. സാറിനോട് പ്രത്യേകം അന്വേഷണം പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് ഞാൻ ഈ ഒരുപക്ഷെ ഒരു നന്ദി പ്രകടനം എന്നുള്ള അവസരം എനിക്കുണ്ടെങ്കിൽ അത് പറയാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം ഓർമ്മിച്ച് പറയൽ വിഷമമായിരിക്കും. കാരണം ഒരുപാട് കാലത്തെ കാര്യങ്ങളാണ്, പലപ്പോൾ വിട്ടുപോകും. ഇത് ഗോപിനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻ്റെ ഈ ഷോർട്ട് ഹാൻഡ് ടീച്ചിങ് പ്രൊഫഷന്റെ ഈ 42 വർഷക്കാലത്തിനിടയിൽ ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയ ഷോർട്ട് ഹാൻഡ്. ഒരുപക്ഷെ ഐസക് പിറ്റ്മാൻ പോലും ഞെട്ടും. പക്ഷെ അന്ന് ഞാനത് അയച്ചു കൊടുക്കേണ്ടായിരുന്നു. അത് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് വരുന്നതായിരുന്നു. അയാളുടെ തിക്ക് കർവ്ഡ് സ്ട്രോക്സ് എങ്ങനെ വെച്ചാൽ 2 അറ്റം കൂർത്ത് വരണം എന്ന് പറയില്ലേ, ടീച്ചെൻഡ് എന്ന് പറഞ്ഞില്ലേ, അത് പെർഫെക്റ്റ്ലി വരും. ഒരു വരിയിലോ ഒരു പുസ്തകത്തിലോ അല്ല. അതങ്ങനെ ഗോപിനാഥന്റെ മുഴുവൻ പുസ്തകങ്ങൾ ഞാൻ ശേഖരിച്ചു വീട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വരുന്ന എല്ലാ കുട്ടികൾക്കും ഇത് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഷോർട്ട് ഹാൻഡ് എഴുതേണ്ടത്. ഇത്രയും തിന്നാൻ തിക്കും അതല്ല, എല്ലാത്തിനും ലെങ്ത് ഇറ്റ് മസ്റ്റ് ബി ഓഫ് എ യൂണിഫോം ലെങ്ത് എന്ന് പറയും. ഇത് പെർഫെക്റ്റ്ലി യൂണിഫോം ആണ്, ഒരാണ് വ്യത്യാസമില്ലാതെ. അയാൾ എഴുതിയ 10, 20, 30 നോട്ട് ബുക്സ് എങ്ങനെയായിരുന്നു. അത് പിറ്റ്മാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഗിന്നസ് ബുക്കിൽ വരികയും ചെയ്യും. അവൻ എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കുമായിരുന്നു. പക്ഷെ എനിക്കൊന്ന് അയച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരാൾ ഇതുവരെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഴുതാൻ കാണിച്ചിട്ടില്ല. മറ്റുള്ളവരെ അത് പ്രചോദിപ്പിച്ച് കുറച്ച് എഴുതുന്നതിലെങ്കിലും ഇതൊരു അത്ഭുതമാണ്. ഒരുപക്ഷെ എനിക്കൊന്ന് ഈ പിറ്റ്മാന്റെ അവർക്ക് തന്നെ ഇതുവരെ എങ്ങനെ ആളെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അത് ഗോവിന്ദൻ സൂചിപ്പിക്കുന്നത് ഞാൻ പറയുന്നത്. 1991 to year 2000. 2001 ശേഷം ഈവൻ ഒരു മാസമാണെങ്കിലും Svetlana, come forward. You studied 1 month. I paid the fees, I know. See the new generation. പേര് നീതി. ഞാൻ ബിടെക് എവിടെ എസ്എൻകോട് പൈനൂർ. ഞാൻ ശ്രുതി, ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. ഇവിടെ 2009 ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു, ഇംഗ്ലീഷ്. ഞാൻ സ്വെറ്റ്ലാന ജോസ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 4th ഇയർ ഇൻ ദുബായ് ബിറ്റ്സ്. എൻ്റെ പേര് ലസിത. ഞാനിവിടെ
2002-2003 2 months വെക്കേഷൻ ക്ലാസ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ നവോദയ കോച്ചിങ്ങിന് വേണ്ടി അച്ഛൻ്റെ അടുത്ത് സാറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ തലേ ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു, പോകില്ല എന്ന് അത്രയും പറഞ്ഞു. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. പക്ഷെ ആ 8 മാസം അത്രയും നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ നവോദയ എക്സാം ക്ലിയർ ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യുന്നു. ഞാനിപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് വന്നു. ഇനി അവിടെ പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു. പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞു തമ്പാൻ, അച്ഛനും സാറിൻ്റെ അടുത്ത് പഠിച്ചതാ. പിന്നെ എൻ്റെ അനിയത്തിയും പഠിച്ചിട്ടുണ്ട്. അനിയത്തി നവോദയ എക്സാം ക്ലിയർ ചെയ്തു. അവിടെ ഇപ്പോൾ CA ചെയ്യുന്നു തൃശ്ശൂര്. പിന്നെയും ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അമ്മാവന്മാര് സാറിൻ്റെ അടുത്ത് പഠിച്ചതാ, അമ്മാവൻ്റെ മക്കൾ പഠിച്ചതാ, ഒരുപാട് ആൾക്കാരുണ്ട്. ചീത്തയും കിട്ടിയിട്ടില്ല, അടിയും കിട്ടിയിട്ടില്ല. ഇല്ല, പക്ഷെ അപ്പോഴും സാർ നന്നായിട്ട് ചീത്ത പറയായിരുന്നു. എല്ലാം ശരിക്കും ഓർമ്മയുണ്ട്. അത്രയും പേടിയായിരുന്നു സാറിന്. നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഇവള്. ഇവർ രണ്ടാളത് അമ്മാൻ്റെ മക്കളും. അതില് കാരണം അവളെ കുറിച്ച് അബ്നോർമലായിട്ട് അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഈ നിതിൻ എന്ന് പറഞ്ഞാല് ഹീസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്, ബ്രില്യൻറ്റ്. പെർഫോമൻസും മോശമാവില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ എല്ലാം കൊല്ലം കിട്ടി. പക്ഷെ ഇവന്റെ ഹാൻഡ് റൈറ്റിംഗ് മാത്രം പ്രശ്നമാണ്, നേരെയാവും. അതുകൊണ്ട് ഞാൻ ഇവനോട് എപ്പോൾ യുദ്ധം ആ മേഖലയിലാണ്. ബാക്കി ഇവന്റെ കോംപ്രഹെൻഷൻ അതെല്ലാം ബെസ്റ്റാണ് അവന്റെ കാര്യം. പക്ഷേ പിന്നീട് ഞാൻ തന്നെ മനസ്സിലാക്കി, ഈ മനസ്സിന്റെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആ മനസ്സുകൊണ്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട എന്ന് വിചാരിക്കും ഞാൻ മനസ്സിൽ. പക്ഷെ എന്നാലും ഇവരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊന്ന് സ്വറ്റ്ലാനന്റെ കാര്യമാണ്. ജോസിനൊരു ആഗ്രഹം എന്താ വെച്ചാൽ, ഞാൻ പഠിച്ച മാഷെടുത്ത് എൻ്റെ മക്കളും പഠിക്കണം എന്നൊരു ആഗ്രഹം. പക്ഷെ ജോസ് പഠിച്ച കാലഘട്ടമല്ല മക്കൾക്ക്. ഓക്കെ. അപ്പോ ജാക്സൺ ബ്രില്യൻ്റ് ആണ്, ഇവന്റെ മകൻ ഉഷാറാണ്. പക്ഷെ അവരെ ഷോർട്ട് ഹാൻഡ് പഠിക്കണം എന്ന ആഗ്രഹം മാഷ് കയ്യിലുണ്ട്. ഇവർക്കാണെങ്കിൽ ഈ ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു എഴുത്തിന്റെ ഒരു പെയിൻസ് ടേക്കിംഗ് ആണ് ഈ എഴുത്ത് എന്നുള്ളത്. അതാണ് ഇപ്പൊ ധാരാളം പോസ്റ്റുകളുണ്ട്, പക്ഷെ ആരും അപേക്ഷിക്കാനില്ല. അതാണ് ഇപ്പോഴത്തെ കാരണം ഈ എഴുതാൻ മടിച്ചിട്ടാണ്. അപ്പൊ ഈ കുട്ടികൾ വന്നപ്പോൾ അവർ ഇതിനു മുമ്പത്തെ വിദ്യാഭ്യാസം ചില കോംപ്രഹെൻഷനാണ്. മാഷ് പറയുന്നു, കുട്ടി മനസ്സിലാക്കുന്നു, അതിന് ഉത്തരം എഴുതുന്നു. അല്ലാതെ 20 പേജ് ഇത് എഴുതുക എന്നുള്ളത് ഒരു പ്രക്രിയ, അത് വേറെ തന്നെ ഈ മറ്റു വിഷയങ്ങളിൽ വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെ ജോസഫ് ചെയ്തെന്ന് വെച്ചാല് ജാക്സൺ സ്വറ്റ്ലാൻ എന്നെ ഉണ്ടാക്കി. ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് ഇവരെ കൊണ്ടാവില്ല, കാരണം ഇവർക്ക് ഇത് അറിയില്ല സംഗതി എന്താന്ന്. പിന്നെ നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ ഒരു പർപ്പസ് ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞ ഒരു ജോലി എന്നുള്ളത്. ഈ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ പർപ്പസ് ഇല്ലല്ലോ. അപ്പോ ഞാൻ ഇവരോട് എപ്പോഴും യുദ്ധമാണ്. അതിൽ ചെറിയ പ്രായമാണ്, പക്ഷെ അവര് നല്ല കുട്ടികളാണ്. ഇവളെ പെർഫോമൻസ് എനിക്ക് അറിഞ്ഞാണ്. അവൻ നല്ല ഇതായിരുന്നു. ഇവള് മോശമാവില്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ എന്താ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ വരുന്നത് ഇവളാണ് ശ്രുതി, നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്. ഇവളന്ന് പിന്നെ TTCM അല്ലേ വന്നത് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ. ആദ്യം ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വന്നു, പിന്നെ TTCക്ക് പോയി വന്നു. എല്ലാം ഒബീഡിയൻ്റ് ആണ്, അതിലൊന്നും ഇതെടുത്ത് പറയാനില്ല. അവളെ ടൈപ്പ് റൈറ്റിംഗിൽ ഫസ്റ്റ് തന്നെ പാസ് ആയി. ഹയറിന് പോയിരുന്നു ഒന്ന്, ഹയർ ചെയ്തല്ലേ. നല്ല പെർഫോമൻസ് ആണ്. കൺഗ്രാജുലേഷൻസ്. അതായത് കുറഞ്ഞ ഒരു 6-7 മാസമായിട്ട് കുറെ പേർക്ക് ഇങ്ങനെ ഊണില്ല, ഉറക്കമില്ല, ഒരു പനി പിടിച്ചു പോലാണ് സാർ. വെച്ചാല് പിന്നെ എന്താണ് ഈ വിളിച്ചാലും കേൾക്കുന്നില്ല, ഭക്ഷണത്തിന് പോലും സമയത്തിന് വരില്ല. അപ്പൊ എന്താ വെച്ചാല് വാട്സപ്പ് എന്നുള്ള ഒരു പരിപാടി. വാട്സപ്പ് എന്താ വെച്ചാല് ഈ മൊബൈലില് ഏത് സമയം ഇതിങ്ങനെ കുത്തിപ്പിടിച്ച് നോക്കണം. എന്നിട്ട് അതിൽ ഒരാൾ മെസ്സേജ് അയക്കും, പോസ്റ്റ് എന്ന് പറയും. പോസ്റ്റ് അയച്ചു, അത് നോക്കി ഇത് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ട് ചിലപ്പോൾ രാവിലെ 4 മണിക്കൊക്കെയാണ് ഗുഡ് മോർണിംഗ് മെസ്സേജ് വരുന്നത്. അപ്പൊ അത് മെസ്സേജ് വരുമ്പോ അത് ക്യൂ അടിക്കും. അപ്പൊ അങ്ങനെ ഉടനെ എഡിറ്റ് നോക്കണം. എഡിറ്റ് നോക്കി അതുപോലെ തീരുന്ന 2 മണിക്കൊക്കെ ആൾക്കാർ ലാസ്റ്റ് പോസ്റ്റ്. എന്നിട്ട് തന്നെ ചിലവര് വെച്ചാല് പറയും ഇതിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോകണം എന്ന് പറയും. ചില ഏറ്റവും ലാസ്റ്റിൽ പോകുന്നവര് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോകണം എന്ന് പറയും. പക്ഷെ ഈ ഫുൾ ഡേ വെച്ചാല് അല്ലെങ്കിൽ തന്നെ ഗവൺമെന്റ് ജോബ് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. രാവിലെ 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ടൈമിൽ എത്തിക്കഴിഞ്ഞാല് ആദ്യം ചെയ്യുന്നത് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്ത. അപ്പൊ എന്തായി സംഭവിച്ചാല് മൊത്തം ഒന്ന് മാത്രമേ ഉള്ളൂ, VCA. പിന്നെ VCA നമ്മുടെ സ്ഥാപനം, നമ്മളൊക്കെ VCAയുടെ പിന്നെ പ്രൊഡക്റ്റ് ആണ്. VCA നമ്മുടെ അൽമാ മാറ്റർ ആണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് മാർഷൽ സിദ്ധാന്തം. അപ്പൊ ഇതാണ് ഈ മൊത്തം സംഭവം. അപ്പൊ ഇതിങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോയി. അപ്പൊ പോയിട്ട് ഇപ്പൊ എന്താന്ന് വെച്ചാല് പിന്നെ നമുക്കൊരു
പിന്നെ മീറ്റിംഗ് കൂടണം. അതെനിക്ക് ആദ്യം ജയരാജനാണ് ഇത് പറഞ്ഞത്, വാട്സപ്പിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഐഡിയ. ജയരാജൻ പറഞ്ഞത് നമുക്ക് ചെറുപുഴ ഒരു മീറ്റിംഗ് കൂടണം. അപ്പോൾ ചെറുപുഴ മീറ്റിംഗ് കൂടണമെന്ന് വെച്ചാൽ അത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന കാര്യമില്ല, കാരണം എല്ലാവരും പല സ്ഥലത്തുള്ളവരല്ലേ. അപ്പോൾ ഇങ്ങനെ നീണ്ടു പോയി കുറച്ച് ചർച്ച, എപ്പോഴും എല്ലാവർക്കും സമയമുള്ള ഡേറ്റ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഡേറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഏപ്രിൽ അവസാനം ഇത് ഇനി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരു ഡേറ്റിന് വേണ്ടി ഇങ്ങനെ കിടന്നു പരുതുന്നു. ഈ കബഡി നിർത്തുന്ന പോലെ എല്ലാവരും ഒരു മുഹൂർത്തം വേണമല്ലോ. അപ്പോൾ അത് കിട്ടുന്നുണ്ടായില്ല. പിന്നെ ഏപ്രിൽ 30 ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ ജൂൺ 21 നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കരുതിയത് ജൂൺ 21 പറഞ്ഞ മഴക്കാലമൊക്കെ അല്ലേ, പിന്നെ പൊതുവെ ആൾക്കാർ ഇവിടെ വന്നവരൊക്കെ തിരിച്ചോ പോയിട്ടോ, ഒരു 10 രൂപയൊക്കെ ഉണ്ടാവും വിചാരിച്ചു. അപ്പോൾ പിന്നെ വന്ന് ഈ ജൂൺ 21 ഒരുപാട് പേർക്ക് കൺവീനിയന്റ് ആണെന്നുള്ള രീതിയിൽ അല്ല, ഞാൻ ഏതായാലും ഉണ്ടോ ചില നമ്മുടെ ഉണ്ണിയേട്ടനൊക്കെ പറഞ്ഞു, ഉണ്ണിയേട്ടൻ നല്ല പോസ്റ്റ് അല്ലേ, അപ്പോൾ എന്നാൽ ഈ വർക്ക് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വല്ലതുണ്ടാവും. പക്ഷെ എന്നാൽ ഞാൻ ഏത് ഡേറ്റ് ആണെങ്കിലും ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്. അപ്പോൾ അഹമ്മദാബാദ് ബോംബെ എന്നൊക്കെ ഇന്നിപ്പോൾ എത്തിയവർ ഒരുപാട് പേര് അങ്ങനെയുള്ളവരാണ്. ചില എന്ത് ഡേറ്റ് വെച്ചാലും ഞങ്ങൾ ഹാജർ. അപ്പൊ എന്താ അതിന്റെ കാര്യം നമുക്കറിയില്ല. വെച്ചാൽ ഈ BCAയോടുള്ള ആത്മാർത്ഥ, പിന്നെ വെച്ചാൽ ഒരുപാട് നമ്മളെ പോലുള്ളവർക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നവരല്ലേ, അപ്പൊ അവർക്ക് ഈ കോളേജ് റീയൂണിയൻ അങ്ങനെയൊന്നും പോകാനൊന്നുമില്ല. അവർക്ക് പോകാനുള്ള ഒരു സ്ഥലം BCA ആണ്. അപ്പൊ BCAയുടെ ബിൽഡിംഗ് പൊളിച്ച ചിത്രം വന്നു. അപ്പൊ അതൊക്കെ വളരെ അല്ലേ ടച്ച് ചെയ്ത ഒരു സംഭവമായിരുന്നു. Presentation of BCI history, milestones and achievements. ഇത് വളരെയധികം കഷ്ടപ്പെട്ട് പല സ്ഥലത്തുകളിൽ നിന്നും ഡാറ്റയും ഫോട്ടോസും ഇൻഫർമേഷനും എല്ലാം കളക്ട് ചെയ്ത് ഒരു മാഷിന്റെ ഒരു ശിഷ്യൻ ഇവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. I don't know how to salute him. He did that much of effort to show that. And this gentleman came all the way from Oman, Muscat. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഒരുപാട് സുഹൃത്തുക്കള്, പുതിയ സുഹൃത്തുക്കള്, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാനിന്നൊരു ബെറ്റ് ജയിച്ചില്ല. എൻ്റെ ഒരു ബാച്ച്മേറ്റ് 35 വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ ഞാൻ ബെറ്റ് വെച്ചു. ഇവിടെ വന്നിട്ട് കാണുമ്പോൾ 35 വർഷമായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് കാണുമ്പോൾ ആരാണ് ആദ്യം മനസ്സിലാക്കുന്നത് മറ്റേ ആളെ, ഓക്കെ, മനസ്സിലാക്കുന്ന ആള് ജയിച്ചു. ബെറ്റ് എന്താന്ന് വെച്ചാൽ ഒരു മുട്ടായി. മുട്ടായി കിട്ടിയില്ല, കിട്ടുന്ന കരുതുന്നു. അത് പറയില്ല. കൈ വന്നിച്ചു. കൃഷ്ണൻ, ഞങ്ങള് ബാച്ച്മേറ്റ്സ് ആയിരുന്നു. ഞാനിവിടെ നിന്ന് എത്താൻ കാരണം ഗംഗാരം പറഞ്ഞാല് വാട്സപ്പ്, മാഷ് വിചാരിക്കും വാട്സപ്പ് എന്താണ്, വാട്സപ്പിൽ കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പം വാട്സപ്പിനും ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ട്വിറ്ററിനും ഒരു വലിയ നന്ദി. Thank you KRK. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇൻവൈറ്റിംഗ് ഫ്യൂ ഡിഗ്നിറ്ററീസ് ടു ദ ഡയസ്. അപ്പോൾ ഞാൻ പേര് വിളിക്കുന്ന ആൾക്കാർ സ്റ്റേജിലേക്ക് വന്നിരിക്കുക. I am going to call a person. This is the man who taught us Swami Vivekananda's famous quote, "Arise, awake and stop not till the goal is reached." The man who changed the life of hundreds of students, the founder of Vivekananda Commercial Institute.